നമസ്കാരം. കശ്മീർ പഹൽഗാം ആക്രമണം ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെയാണ് ഞെട്ടിച്ചത്. നിരപരാധികളായ 26 ടൂറിസ്റ്റുകളാണ് അന്ന് മതം നോക്കി വധിക്കപ്പെട്ടത്. പാക് തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുകയാണ് സർക്കാർ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനോടുള്ള കണക്കുകൾ തീർക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ എല്ലാ ഇന്ത്യൻ ലക്ഷ്യങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിൽ തവിട് പൊടിയായി. ഒട്ടനവധി ഭീകരരും അവരുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ ആക്രമണം പാകിസ്ഥാന് താങ്ങാൻ കഴിഞ്ഞില്ല. പാക് സൈന്യം ഇന്ത്യയുടെ കാല് പിടിച്ചാണ് കൂടുതൽ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടിയത്. അന്ന് പാകിസ്ഥാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ വെളിപ്പെടുത്തലാണ് ഇന്ത്യൻ വ്യോമസേന മുൻ വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ നടത്തിയത്. പാകിസ്ഥാന്റെ സൗകര്യങ്ങൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാടെ തകർക്കുന്ന നിലയിലുള്ള ആക്രമണത്തിലേക്ക് ഇന്ത്യ കടന്നേനെ എന്നാണ് നാഗേഷ് കപൂർ പറഞ്ഞത്. ഒരു പോഡ്കാസ്റ്റിലൂടെയായിരുന്നു വൈസ് അഡ്മിറലിന്റെ വെളിപ്പെടുത്തൽ വന്നത്. പാക് റഡാർ സംവിധാനങ്ങൾ, മിസൈൽ ശേഖരം, കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ ശൃംഖല എന്നിവ പൂർണ്ണമായും തകർക്കപ്പെടുമായിരുന്നു. എന്നാൽ ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ പൂർണ്ണമായി തിരിയുന്നതിന് മുമ്പേ പാക് സൈന്യം അപേക്ഷയുമായി എത്തി. വാണിജ്യപരമായി കനത്ത നഷ്ടം വരുന്ന സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതികളാണ് മുന്നിലുണ്ടായിരുന്നതെന്നാണ് വ്യോമസേന മുൻ ഉപമേധാവി പറഞ്ഞത്. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഇതിന് മറുപടിയായി പാക് സൈന്യം പ്രതികരിക്കുമെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അതിനാൽ തീവ്രത കൂട്ടി തിരിച്ചടിക്കാനുള്ള പദ്ധതികളുടെ പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് 88 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ അപേക്ഷയുമായി എത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിനും ധാരണയായി. 2025 ഏപ്രിൽ 22-നാണ് കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. പുൽവാമയ്ക്ക് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. പാക് ഭീകര സംഘടനയായ ലഷ്കർ-എ തൈബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ലഷ്കർ-എ തൈബ തലവൻ ഹഫീസ് സയ്യിദിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ തിരയുന്ന കൊടും ഭീകരരിൽ ഒരാളാണ് ഹഫീസ് സയ്യിദ്. 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്കും ഗൂഢാലോചനയും വ്യക്തമാക്കുന്നതാണ് ജമ്മു കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രം. ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും ഇന്ത്യ അവസാനിപ്പിക്കുന്നില്ല. ഭീകരാക്രമണങ്ങൾ എപ്പോൾ വന്നാലും സിന്ദൂർ രീതിയിൽ തന്നെ തിരിച്ചടി എന്ന് മോദി സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ സിന്ധു നദീജലം പോലും പാകിസ്ഥാന് ലഭിക്കുന്നില്ല. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് മോദി സർക്കാർ നിലപാട്. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്.